നമസ്കാരം. ഇ ഡിയുടെ അന്വേഷണം ഇനി മുഖ്യമന്ത്രിയിലേക്ക്. തന്ത്രിയെ കുടുക്കാൻ നോക്കിയത് CPM എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമലയിൽ നിന്നും സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിയത് അത് തന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് എന്ന പത്മകുമാറിന്റെ മൊഴി CPM നിർദ്ദേശപ്രകാരമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയതിന് തെളിവില്ല എന്നാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നുമില്ല. കട്ടിളപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിന് രേഖകളില്ല. പാളികൾ കൊണ്ടുപോകുവാനുള്ള അനുവാദം തന്ത്രിയിൽ നിന്ന് വാങ്ങിയതുമില്ല. കേസിന്റെ തുടക്കത്തിൽ തന്ത്രിയെ പഴിചാരി പത്മകുമാർ നടത്തിയ പ്രസ്താവനകൾ CPM മുൻകൂട്ടി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് വ്യക്തമാകുന്നു. തന്ത്രിയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് വരുത്തി തീർത്ത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വീണ്ടും വ്രണപ്പെടുത്താനായിരുന്നു പാർട്ടിയുടെ ശ്രമം. ഒപ്പം കൊള്ളയിലെ പാർട്ടി പങ്ക് മറയ്ക്കാനും അതുവഴി നടക്കുമായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ എത്തുമ്പോൾ വ്യക്തമാകുന്നത് ദൈവതുല്യൻ തന്ത്രിയല്ല എന്ന് തന്നെയാണ്. ശബരിമലയിൽ അശുദ്ധി വരുത്തിയത് ദൈവതുല്യനായ തന്ത്രിയല്ല, മറിച്ച് അധികാരം കയ്യിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വമ്പന്മാരും ഉദ്യോഗസ്ഥരുമാണ് എന്നാണ് വ്യക്തമാകുന്നത്. തന്ത്രിയുടെ പേരിൽ പുകമുറ ഉണ്ടാക്കി സ്വർണം കടത്താൻ ശ്രമിച്ച മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിനും സംഘത്തിനും ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് വലിയ പ്രഹരമായിരിക്കുന്നു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തെളിവുകൾ നശിപ്പിക്കുവാനും കേസ് അട്ടിമറിക്കുവാനും പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യയോഗം ചേർന്നതായിട്ടും കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർ ഒക്ടോബറിൽ ബംഗളൂരിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയതിന് ഫോൺ രേഖകൾ തെളിവായി അന്വേഷണ സംഘം കോടതിയിൽ അക്കമിട്ട് നിരത്തുകയും ചെയ്തു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിട്ടുള്ള A പത്മകുമാറിനെതിരെ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ദേവസ്വം മിനിറ്റ്സിൽ പത്മകുമാർ മനഃപൂർവ്വം തിരുത്തൽ വരുത്തിയെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. പിച്ചളപ്പാളി എന്നത് മാറ്റി ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. കട്ടിളപ്പാളികളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടു എന്ന പത്മകുമാറിന്റെ വാദം പച്ചക്കള്ളമാണ് എന്നും തന്ത്രി അത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല. 2019 മാർച്ചിൽ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിടാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച മിനിറ്റ്സിൽ രണ്ടിടത്ത് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ തിരുത്തൽ വരുത്തി. പിച്ചളപ്പാളികൾ എന്നത് മാറ്റി ചെമ്പുപാളികൾ എന്നാക്കി മാറ്റി. കൂടാതെ പാളികൾ കൊടുത്തുവിടുവാൻ അനുവദിച്ചതായും എഴുതി ചേർത്തു. ഇതിലൂടെ പത്മകുമാർ നേരിട്ടാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എന്നാണ് SIT ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ്സിൽ പത്മകുമാർ അധിക വാചകങ്ങൾ എഴുതി ചേർത്തത് CPM ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് എന്ന് കരുതുന്നു. പാളികൾ സ്വർണം പൂശുന്നതിന് സ്പോൺസർ ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് കാട്ടിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കത്ത് നൽകിയിരുന്നതായിട്ടുള്ള പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതിന്റെ സൂചനയാണ്. അപ്പോൾ ഈ സ്വർണം കവർന്നത് വളരെ ആസൂത്രിതമായിട്ടായിരുന്നു. പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ വർഷങ്ങളായിട്ട് ശബരിമലയിലെ നിത്യ സന്ദർശകനാണ്. ശ്രീകോവിലെ സ്വർണത്തിന്റെ അളവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഇയാൾ സ്വർണം കടത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. വാതിൽപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുമാറ്റി ഏകദേശം 1 കിലോയോളം സ്വർണമാണ് ഇവർ നീക്കം ചെയ്തത്. ഇതിൽ ഒരു ഭാഗം അവിടെ തന്നെ ഉപയോഗിച്ചു എന്ന് വരുത്തി തീർത്ത് ബാക്കി 474.957 ഗ്രാം സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം വാങ്ങിയത് എന്ന പ്രതികളുടെ വാദം തള്ളിയ പോലീസ് പ്രതികൾ തന്നെ സ്വർണം ഹാജരാക്കുകയായിരുന്നു എന്ന് കോടതിയിൽ വ്യക്തമാക്കി. രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നും കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്നും ഉറപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ. പത്മകുമാറിന് പുറമെ CPI നേതാവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായിട്ടുള്ള ശങ്കരദാസും കേസിൽ പ്രതിപട്ടികയിൽ 11ാം പ്രതിയാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം തുറന്നു കാട്ടി. സമാനതകളില്ലാത്ത കൊള്ളയിലെ മുഖ്യപ്രതിയായിട്ടും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പുറത്താക്കാത്തത് കൊള്ളയിൽ CPM ഉന്നതരുടെ കൂടുതൽ പങ്ക് പുറത്തു വരുമെന്ന ഭയം മൂലമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സത്യം പുറത്തു വന്നാൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്നതിനാലാണ് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ഏതു വിധേനയും സംരക്ഷിക്കുവാൻ ഇത് ആവശ്യവുമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ
കള്ളപ്പണ ഇടപാടുകൾ അത് ED കൂടി അന്വേഷിക്കാൻ തുടങ്ങുന്നതോടെ ശബരിമലയെ മറയാക്കി കോടികൾ തട്ടിയ രാഷ്ട്രീയ വമ്പന്മാർ കുടുങ്ങുമെന്ന് ഉറപ്പായി. ഇത്തരത്തിലെ അന്വേഷണങ്ങൾ എത്തപ്പെടാൻ പോകുന്നത് മന്ത്രിമാരിലേക്കും ഒപ്പം മുഖ്യമന്ത്രിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും അന്വേഷണം നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. PMLA നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്തടക്കം കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകൾ ആകും ആദ്യഘട്ടത്തിൽ ED പരിശോധിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ കണക്ക്. അതിനുശേഷം മുൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ്, അതിന് മുൻപുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റുമാർ, അവരെക്കുറിച്ചുള്ള സ്വത്ത് വിവരങ്ങൾ അടക്കം രേഖപ്പെടുത്തും. അതിനുശേഷം മന്ത്രിമാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എന്തിന് സെക്രട്ടേറിയറ്റിലേക്ക് വരെ ഇതിന്റെ അന്വേഷണം നീളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേന്ദ്രം കൂടി ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതോടെ ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന കൊള്ളക്കാരെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ EDക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇനിയുള്ള അന്വേഷണം.